ഹായ്. പെർഫ്യൂം ഉപയോഗിക്കും അല്ലേ? ആ. ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ? വേറെ ഏതെങ്കിലും ഇതൊരു സുഖമില്ല. 1500. 1500 അല്ലേ? മോനെ ഗൗതമേ, ചേട്ടന്റെ പേഴ്സ്. ചേട്ടന്റെ പേഴ്സ്. ഈ പെമ്പിള്ളേർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? കറക്റ്റാണ് ചേച്ചിയല്ല, സോറി. അല്ലേ ഓമനക്കുട്ടനെ പോലത്തെ ഒരു ബിഗ് ഷോട്ടിന് ആരെങ്കിലും വേണ്ടെന്ന് പറയും. ഓമനക്കുട്ടന് എന്താ ഒരു കുറവ്? ഓമനക്കുട്ടിന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട്. ഏയ് കുറച്ച്, പക്ഷെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ശരിയാവും. അതെ, ഈ മാസത്തെ ചെലവിന് ആർത്ത് വിട്ടതുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടനോട് പറഞ്ഞ് ശരിയാക്കാം. അത് നീ അവന്റെ വീട്ടിൽ പോയി ശരിയാക്കിയാൽ മതി. ഇപ്പൊ നീ ഒരു ഓട്ടോ വിളി. വീട്ടിലോട്ടാ? അതൊന്നും ശരിയാവില്ല. ഇപ്പൊ അവന്റെ പാരന്റ്സ് എല്ലാം അവിടെ ഇല്ലാത്താണ്. ഇനി ഇതുപോലത്തെ വല്ല പരിപാടികൾ ചെയ്താലോ? അതിന് അവന്റെ വീട്ടിൽ സർവൻസ് ഒക്കെ ഉണ്ട്, അത് അവര് നോക്കിക്കോളൂ. സെർവൻസിനെ ഏൽപ്പിക്കാനാ? അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത് മോൻ പറയൂ, നമ്മളപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. മിസ്റ്റർ ഡൊമിനിക്, താങ്കൾക്ക് അവന്റെ ക്യാരക്ടർ എന്നിട്ട് അറിയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോന്ന് ക്യാരക്ടറാ? ഗിറ്റാർ വാങ്ങാനും പൈസ കടം തരാനും ഓമനക്കുട്ടം വേണം. ഇപ്പൊ അവൻ ഒരു ആവശ്യം വന്നപ്പോ അവന്റെ ക്യാരക്ടർ ശരിയല്ല, നിന്റെ ക്യാരക്ടറാ ശരിയല്ലാത്തത്. ബ്ലഡി ഫൂൾ. നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. ഓമനക്കുട്ടന്റെ കംപ്ലീറ്റ് റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. പ്രതീക്ഷിച്ചത്ര പോരാ, ചെറുതായി. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വാ വാ. നാടൻ പോയപ്പോ ബുൾഡോഗ്. ഡോ അവനോടൊന്ന് പതുക്കെ കയറാൻ പറ. നാലി കുറഞ്ഞ അവന്മാർക്കൊന്നും ഉറക്കം വരില്ലേ? കുറച്ച് ഓൾഡ് കൺസ്ട്രക്ഷൻ ആണല്ലേ? ഇങ്ങോട്ട്. ഇവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഒരു റീഅറേഞ്ച്മെന്റ് ആവശ്യമുണ്ട്. ഇവിടെ തിന്നാനും കുടിക്കാനൊന്നുമില്ലേ? ഇല്ലേ? ഇല്ല. ഇല്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോടാ, നല്ല വിശപ്പുണ്ട്. വാങ്ങിക്കാം. ടോയ്ലറ്റ് എവിടെ? ടോയ്ലറ്റ് അവിടെ 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 ദേ അങ്ങനെ. ഞാനൊന്ന് മൂത്രമൊഴിച്ചില്ലേ? എന്താണിത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവന്റെ ക്യാരക്ടർ നമ്മളായിട്ട് സിങ്കാവില്ലെന്ന്. ഓമനക്കുട്ടന്റെ തീറ്റയുടെ കാര്യമാണേ, അത് ഞാൻ ഏറ്റു. ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ റിട്ടേൺസ് കിട്ടൂ. അതാണ് business. എന്തിനാണ് നിങ്ങൾ എന്നോക്കണേ? എന്ത് കാര്യം? എന്താ ഒരു ഡിസ്കഷൻ? ഞാൻ വന്ന പ്രമാണിച്ച് പാർട്ടി വല്ലതും പ്ലാൻ ചെയ്യുമായിരിക്കും അല്ലേ? എന്നാ വേണ്ട, ഇന്ന് ചെലവ് എന്റെ വക. ടീന, ഞാനൊരു മീറ്റിംഗിൽ തിരിച്ചു വിളിച്ച പോരെ? അതെന്താ ഈ നേരത്തൊരു മീറ്റിംഗ്? ഞാൻ എപ്പോ വിളിച്ചാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടേ പറ്റൂ. ഒരാള് പറയണത് മാത്രം അങ്ങനെ കേട്ടാ പറ്റില്ലല്ലോ. ഒരു മിനിറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സൈഡ് ഡിഷ് അടിക്കാൻ വേണ്ടി പെഗ് അടിക്കലോ? പെഗ് അടിക്കാനായിട്ട് സൈഡ് ഡിഷ് അടിക്കും. വേഗം വാ, ഇതിപ്പോ തീരും. ടീന, ഞാൻ തിരിച്ചു വിളിച്ച പോരെ? പോരാ, എനിക്കിപ്പോ സംസാരിക്കണം. നമ്മുടെ കാര്യം ഞാൻ പപ്പയോട് സംസാരിച്ചായിരുന്നു. അയ്യോ, വെള്ളം തീർന്നല്ലോ. അപ്പൊ പപ്പ പറയാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു തീരുമാനമില്ല. അവള് നാളെ രാവിലെ വിളിച്ചെന്നെ ശല്യപ്പെടുത്തിക്കോളും, അത്രേ ഉള്ളൂ. എന്തടിയാടാ? നീ അടിച്ചോടാ, അടിപൊളിയല്ലേ?
എന്താടാ? നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനും വിളിക്കാനും ഒക്കെ കുറേ പേരുണ്ട്. എനിക്ക് ആരുമില്ലടാ. നീ എന്തിനാടോ ഓമനക്കുട്ടൻ ഇങ്ങനെ വിഷമിക്കണേ? നിനക്ക് എത്ര പിള്ളേരെ നമ്പർ വേണം? ഞാൻ തരാം. എൻ്റെ ഫോൺ ഒരു നമ്പർ അയാൾ വിളിച്ചാൽ നിനക്ക് ശല്യം. ആ ഇത് എൻ്റെ ഫോണാണ്. ഇതിൽ കുറേ നമ്പറുണ്ട്, നീ എടുത്തു. വിളിച്ചോടാ, കുറേ നമ്പറുണ്ട്, വിളിച്ചോ. കാര്യമായിട്ട് ഞാൻ ഈ നമ്പറൊക്കെ ഇതിലേക്ക് കോപ്പി ചെയ്തോട്ടെ. തരണട്ടാ. ഞാൻ അപ്പുറത്ത് പോയി നോക്കിയിട്ട് വരാം. പുള്ളി കറക്റ്റാട്ടാ. ഊള തടിയുണ്ടെന്നേ ഉള്ളൂ. എന്തൊരാ ശരി ഗിറ്റാർ? ഇവരെന്തിനാണ് ഗിറ്റാർ എടുക്കണേ? ഈ തെണ്ടി ഞാൻ കൊല്ലൂട്ടോ. ആ എന്നാ നിന്നെ ഞാൻ കൊല്ലും. ഓമന പൊട്ടാ. ഗൗതമേടാ, ഓമനക്കുട്ടോ, നിന്നോട് ആരെയും എടുക്കാൻ പറഞ്ഞു? എന്താടാ ഇത്? ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ? ഞാൻ തോന്നിയ പോലെ വായിക്കും. എടാ ഇങ്ങനെ അല്ലടാ വായിക്കുന്നത്, ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പൊ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം ഉറക്കം വരുന്നുണ്ട്. നാളെ പഠിപ്പിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ താഴെ കിടന്നോളൂല്ലോ. എനിക്ക് ഒറ്റ കിടന്നാലും ഉറക്കം വരും. താഴെ കിടക്ക് ഇഷ്ടമല്ല. ഇന്നാണ് നിന്റെ ഗിറ്റാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അല്ല, എൻ്റെ അമ്മ പറയാറുണ്ട് രാവിലെ നേരത്തെ എണീറ്റ നല്ല മസിൽസ് ഒക്കെ ഉണ്ടാവും. അതെ, ഉണ്ടാവും. ഈ തടിയനെതിരെ നമ്മളെ വിളിച്ച് എണീപ്പിക്കണത്? എടാ അവന്റെ അമ്മ പറഞ്ഞിട്ട് അവനെ എഴുതിക്കിട്ട് നമ്മളെന്തിനാ വിളിക്കണേ? ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്ത് കൂർക്കം വലിയാണ്. അതിനിടെ കൊതുകടിയും കറണ്ട് പോക്കും. കറണ്ട് എന്തു പോക്ക്? കറണ്ട് പോയതൊന്നും അല്ല, കളഞ്ഞാണ് ഇവിടെ ഒരാള്. ആര്? ഞാൻ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണായിരുന്നു. അപ്പോഴാണ് ഈ സാധനം എന്നെ തട്ടി വിളിച്ചിട്ട് പറയണ തണുക്കണ്, ഫാൻ ഓഫ് ചെയ്യ്. അത് കേട്ട് നീ എന്തിനാണ് ഓഫ് ചെയ്യണേ? പിന്നെ എന്റെ പട്ടി ഓഫ് ചെയ്യും. ലാഫിംഗ് പുതയ്ക്ക് ഇവിടെ തണുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിസന ഇങ്ങനെ കാലിൽ കൂടെ കയറി വരുമല്ല. ഡാ ഇങ്ങനെയാണ് കഴുകി കളഞ്ഞ പിൽസിന് പറഞ്ഞ ഞാനോട് വിഷം കലി കൊടുക്കൂട്ടാ. പന്നി ഇറച്ചി കഴിക്കൂ? ഞാനെന്തും കഴിക്കും, പക്ഷെ പാല് ഇതെനിക്ക് മാത്രം. എടാ ഒരു പാക്കറ്റ് ഉള്ളൂടാ. സൊസൈറ്റി ദിവാകരനല്ലേ? തുളസീധരൻ പിള്ളയാ. നാളെ മുതൽ ഇവിടെ പാല് വേണ്ട. ഗേറ്റിൽ നിന്ന് കണ്ട നായ്ക്കളൊക്കെ എടുത്തുകൊണ്ട് പോകും. അയ്യോ വേണ്ട ഡിയ, അടുക്കള കയറി അടുപ്പത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനവാ. ശരി എന്നാ. ഇയാൾ എന്തായി കാണിക്കണത്? ഇത് നോക്കിയേ. ഉമ്മൻ പോയപ്പോ ഓമനക്കുട്ടൻ. അവന്റെ അപ്പടെ ക്ലോസറ്റ് വാടക എന്ന് പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ? ജാമ്പോന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ചത് പൊട്ടൂലേ? അത് പൊട്ടിച്ചോ? വാടകയും മേടിച്ച് കുറ്റടിക്കാണ്ട് താൻ വേറെ വല്ല പണിക്കും പോടോ തടിയാ. ഇത് എന്റെ വീട്ടിൽ കണ്ണൂത്തി പൊട്ടിച്ചാണ്. നിന്റെ കൊച്ചപ്പൻ ഗിൽബർട്ടിന് വാടകയ്ക്ക് കൊടുത്ത വീടായത്. അവന്റെ ശല്യം ഒഴിവായല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരൊറ്റ ആഴ്ചക്കെന്ന് പറഞ്ഞ് നീ ഒരുത്തൻ കയറി വന്നത്. നീ മാറിയില്ലെന്ന് മാത്രമല്ല, പുറകെ 3 എണ്ണം വേറെയും. ഒരുത്തൻ വന്ന് എൻ്റെ പേപ്പർ വായന നിർത്തി. ഇപ്പം ചായ കുടി. ഇന്നലെ വന്ന് കയറിയ ആ തടിയൻ ഈ വീട് തകർക്കും. അത് ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് പൊട്ടിച്ച ക്ലോസറ്റ് മാറ്റിവെച്ചോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇറക്കുന്ന കാര്യം എനിക്ക് ബാപ്റ്റിസ്റ്റിനോട് പറയേണ്ടി വരും. ബാപ്റ്റിസ്റ്റ്. ഇപ്പൊ നീ ചെല്ലേ. നാല് ദിവസം അപ്പിടാതിരുന്ന നീയൊക്കെ വടിയുമ്മ പാമ്പ് വരുന്നത് പോലെ എൻ്റെ അരികെ വരും. അല്ല, ആരെ ഈ ബാപ്റ്റിസ്റ്റ്?
നിനക്കറിയോ അയാളെ? എടാ ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ ഒരിക്കൽ ആള് വന്നിട്ടുണ്ട്. Keep the change. താങ്ക് യു സർ. Ah. 100, 500, 1000, 1500. അത് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും. ഈ ചങ്ങായി ആരാ? ഇനി ഇവിടെ ഒരുത്തനും ബാപ്റ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കരുത്. ഇനി ഞാൻ ക്ലോസറ്റ് പൊട്ടിച്ചേക്കാൻ അയാൾ ബാപ്റ്റിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കൂ. അത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓമനക്കുട്ടാ, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. ഞാനില്ല, ആ വീട്ടിലേക്ക് പോണേക്കാ നല്ലത് ചാവുന്ന. ഓമനക്കുട്ടാ, 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 നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. അബദ്ധോ? എടാ ഞാൻ അടുക്കള വരെ പോവാ, വിശക്കണു. നീ എന്തൊക്കെയാ അങ്ങനെടാ? തുളസി എന്ന് പറയുമ്പോഴത്തേനും ഓടി വരണല്ലോ അയാള്. എടാ ബാപ്റ്റിസ്റ്റ് ആള് പ്രശ്നക്കാരനായി എന്ന് വെച്ചാൽ ഈ ഊള കേസൊന്നും പിടിക്കില്ല. പിന്നെന്ത് മറ്റേനാണ് നീയൊക്കെ അയാൾ പറഞ്ഞാണ് മറ്റേ കെട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞത്. മനുഷ്യന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. എടാ ഞാൻ അങ്ങനെയെങ്കിലും അവൻ തിരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞാണ്. തിരിച്ചു പോട്ടേന്ന്? അയ്യേ, പൊന്മുട്ടിടുന്ന താറാവണം, അങ്ങനെയൊന്നും കൊല്ലാൻ പറ്റൂല. അതേടാ, അവനിട്ട് ആദ്യത്തെ മുട്ട എന്ന് പൊട്ടിയത്. നീ വളർത്തിക്കോടാ. നമ്മുടെ കൂടെ വന്നിട്ട് അവൻ ചെക്കൻ എത്ര ദിവസമായി? 2 ദിവസമായില്ലേ? ഇതുവരെ ആരെങ്കിലും വിളിച്ചാ? ഇല്ലല്ലോ. എനിക്കിപ്പോഴാണ് കാര്യങ്ങളെ കിടപ്പ് മനസ്സിലായത്. എടാ അവൻ ആത്മഹത്യ ചെയ്യേണ്ടവനാണ്. അല്ലെങ്കിൽ നമ്മൾ 3 പേരും മിക്കവാറും ആത്മഹത്യ ചെയ്യേണ്ടി വരും. എടാ അവൻ ആരാന്ന് നിനക്കൊന്നും അറിയില്ല. അതൊക്കെ വിട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം തെളിയാൻ പോവാണെന്ന്. ഇനി നമുക്ക് വെച്ചടി കേറ്റൊരിക്കും. വെച്ചടി നല്ല കേറ്റമായിരിക്കും. ചോദിക്കുന്ന കാശ് മുഴുവൻ കിട്ടണമെന്ന് അവൻ വാശി പിടിക്കുന്നത് ഒരു അത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കയ്യിലിരിക്കുന്ന മുതലിന് അവൻ പറയുന്നതാണ് വില. നമുക്കത് ആവശ്യമായിട്ടല്ലേ? എന്നാലും ആദ്യത്തെ ഡീലാ, കണ്ടിട്ട് അവനാളത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല. വെടിപ്പിന്റെ കാര്യത്തിൽ നമ്മളും തീരെ മോശമല്ലല്ലോ. പക്ഷേ ഡീൽ ടൈമിൽ പാസ് പിസ്റ്റ് തനിച്ച് ബാപ്റ്റിസ്റ്റ് തനിച്ചു വരണമെന്നുള്ള വാശി, അതാ മനസ്സിലാവാത്തത്. അവനും തനിച്ച് തന്നെയല്ലേ വരുന്നത്. ഇങ്ങനത്തെ കച്ചവടത്തിൽ ആദ്യം പരസ്പര വിശ്വാസമാണ് വേണ്ടത്. താൻ ടെൻഷൻ അടിക്കണ്ട. ഞാനിത് ഇന്നും ഇന്നലെയും കളിക്കാൻ തുടങ്ങിയതല്ല. മ്യൂസിയത്തിൽ നിന്നും കോടികൾ വിലയുള്ള ഡയമണ്ട് അജ്ഞാതർ മോഷ്ടിച്ചു. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് എടാ, രാജവംശം നിനക്ക് ഇങ്ങനെ വല്ല പരിപാടി പ്ലാൻ ചെയ്തൂടെ? നല്ല കാശായിരിക്കും. വ്യക്തമല്ല. എന്നാൽ മോഷ്ടാവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് കേസന്വേഷണം നടത്തുന്ന SP രഘുറാം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു.
சரி சரி நான் தனியா வரேன் நீயும் அது மறந்துடாத தனியா தானே வர தேங்க்ஸ் தேங்க்ஸா சரி எந்த இடம்னு சொல்லு அந்த டைம்ல சொல்றேன் இதை பார் பேப்டிஸ்ட் நான் விசுவாசமாக இருந்தால் ரொம்ப விசுவாசமாக இருப்பேன் என் கூட விளையாடணும்னு நினச்சேன் உன்னை விட பெருசாக விளையாண்டுருவேன் ஸோ நான் எப்படி இருக்கணும் நீ தான் முடிவு பண்ணணும் கரெக்டு தான் ஆனா முடிவு பண்ற இடத்துல எப்பவுமே நான் தான் இருப்பேன் താനിത് എവിടെ കൊണ്ടേ കളയാനാണ്? നീ കഴിച്ചോ ഓമനക്കുട്ട, കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നിറച്ച് കോൺഫിഡൻസ് ആണല്ലോ അവിടെ. ഇതും കൂടി കഴിച്ചു. കോൺഫിഡൻസ് നല്ലതാണ്. സാമ്പാർ കുറച്ച് കോൺഫിഡൻസും കൂടെ ഓർഡർ ചെയ്യൂ. ചേട്ടാ നീ കഴിക്കുന്നില്ലേ? അകത്തുള്ള കൊണ്ട് തട്ടാൻ സ്ഥലമില്ല, അപ്പോഴാ അകത്തോട്ട് തട്ടുന്നത്. ബാബാ രാംദേവ്, നീ രാവിലെ ആസനമൊക്കെ തുടങ്ങിയ? ആസനല്ലടിയാ, രാവിലെ തുടങ്ങിയ വിളിയ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നീ വേറെ എന്തിനേലും കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇവനെ കണ്ട എന്ത് സ്ഫോടനാണ്. വല്ല ആവശ്യമുണ്ടാ? ചേട്ടന്മാർ രണ്ടുപേരും ഇത് പിടിച്ചിരുന്നോളൂ. നീ എവിടെ പോടാ? ഇനി നിന്ന പൊട്ടുകളിയാ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ നോട്ടെ. എടാ ഞാനും ഉണ്ടാ, എന്നോട് കൊണ്ടുപോകും പ്ലീസ്. നോക്കട്ടെ ഓമനക്കുട്ട, അയാളുടെ വീടിന്റെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഞാണ്ട് ആദ്യം ഞാൻ കയറുവേ. ആഹാ, അനിയന്മാരെ അപ്പിടാൻ വന്നായിരിക്കും അല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നേ. അതുകൊണ്ട് ഈ ഗജനാവിന് ഞാനൊരു കൂട്ടങ്ങ് വാങ്ങി. പിന്നെ കണ്ട നസ്രാണികൾക്ക് കാര്യം സാധിക്കാനല്ല ഞാൻ ഈ കക്കൂസ് പണിതത്. മിസ്റ്റർ പിള്ള, ഓമനക്കുട്ട ഞാൻ നായരാ. മാർഗം കൂടിയതാവും. ഇവന്മാരെ കാണുന്നില്ലല്ലോ, കഴിഞ്ഞില്ലേ? ആ തടിയനെ ആദ്യം കേട്ടോണ്ടിരുന്നാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അതും പൊട്ടിക്കും. ഇനി ഞങ്ങൾ കേട്ടാ അയാളെ അവിടെ താഴോട്ട് കൂട്ടി. ഇതിനാദ്യം ഞാൻ കൊല്ലും, പിന്നെ ഞാൻ അയാളെ കൊല്ലും. എന്നിട്ട് ഞാൻ രണ്ടിടത്തിന് കറി വെച്ചിട്ടല്ലേ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് എനിക്ക് എന്തിലും ചെയ്യും. ഇവനെന്താ കാണിക്കണേ? ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞ സൂത്രമുണ്ട്, മാനം കാണാത്ത കല്ലെടുത്ത് 3 പ്രാവശ്യം വയറ്റത്ത് ഒഴിഞ്ഞാല് അപ്പിടാൻ മുട്ടൂല. പിന്നെ കല്ലൊഴിഞ്ഞ് പോക്കറ്റ് ഇടണമെങ്കിൽ അപ്പൊ തന്നെ അപ്പി തിരിച്ച് മേളിലേക്ക് കയറി പോവല്ല.